പെർമിറ്റ് കർണാടകക്ക് കയറാനുള്ള RTO പെർമിഷന് 500 രൂപ ഫൈന് കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാല് RC ഇല്ലാത്തതിന്. RC ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് RC തരാത്തതുകൊണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കാസർഗോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഞ്ചേശ്വരം മുതൽ തലപ്പാടി വരെയുള്ള NH66 ഏകദേശം 90% വർക്കുകളും കഴിഞ്ഞ ഭാഗത്തെ കാഴ്ചകളാണ്. ആദ്യം നിങ്ങൾ കേട്ട ശബ്ദം ഇന്നലെ ലൈവിൽ ഇട്ട ശബ്ദമാണ്. ഇതിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ശബ്ദം ഈ കോലത്തിലായതാണ്. അപ്പോൾ ഇതാണ് മഞ്ചേശ്വരം ഓവർപാസ്. മഞ്ചേശ്വരം ഓവർപാസിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി, അല്പം വൈകിപ്പോയതാണ് വർക്കുകൾ. എന്തായാലും ULCC ഇപ്പോൾ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നീട് കാസർഗോഡ് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ മലപ്പുറത്തു നിന്ന് വന്നതാണ്. കാസർഗോഡ് വരെയുള്ള NH66 വർക്കുകളുടെ കാഴ്ചകളിൽ നമുക്ക് കോഴിക്കോട് വാഗാടിൻ്റെ റീച്ചാണ് ഏറ്റവും മോശമായിട്ട് തോന്നിയത്. നമ്മുടെ മേഘ ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ വാഗാടിൻ്റെ വർക്കുകൾ വളരെ 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 മോശം എന്ന് പറയാം. ആ റോഡൊക്കെ കണ്ടാലുണ്ടല്ലോ, സർവീസ് റോഡൊക്കെ കണ്ടാൽ നമ്മൾ KNRCയെ ആദരിച്ചു പോവും. ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കണ്ടാൽ, ആ ഭാഗത്ത്, ഈ ഭാഗത്തല്ല. അപ്പോൾ ഇത് അവിടെയൊക്കെ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ക്രാഷ് ബാരിയറിനും അതേപോലെ തന്നെ സൈഡിലൊക്കെ പെയിൻറ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇനി ഭാവിയിൽ നമ്മുടെ നാട്ടിലെ NH66 കാഴ്ച. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിർത്തിയിലെ കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടി വരെ ഇതേപോലെ പോകാൻ കഴിയും. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നീട് ലൈറ്റ് വെക്കുന്ന വർക്കുകൾ നടന്നത് ULCCൻ്റെ റീച്ചിൽ മാത്രമാണ്. മറ്റുള്ളിടത്തൊന്നും ലൈറ്റ് വെക്കുന്ന വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. നേർക്ക് നമ്മൾ ഇതിൻ്റെ ടെൻഡർ കൊടുത്ത സമയം നോക്കുകയാണെങ്കിൽ നമുക്ക് KNRCൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റുള്ള റീച്ചുകൾ, മേഘൻ്റെ റീച്ച്, വാഗാടിൻ്റെ റീച്ചൊക്കെ ടെൻഡർ കൊടുത്തതാണ്. പക്ഷേ കാസർഗോഡ് ULCCയുടെ റീച്ച് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വർക്കുകൾ കഴിഞ്ഞത് മലപ്പുറം ജില്ലയിലെ KNRCയുടെ റീച്ചിലാണ്. അതല്ല, KNRC ആയിരിക്കും ഒരു പക്ഷേ ULCC കഴിഞ്ഞാൽ, ULCCയും KNRCയുമായിരിക്കും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും നന്നായിട്ട് റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം മറ്റ് റീച്ചിലൊക്കെ സർവീസ് റോഡൊക്കെ വളരെ മോശമാണ്. മണിക്കൂറുകൾ ബ്ലോക്കാണ്. എന്താ അവസ്ഥ അറിയാം? റോഡില്ലാത്ത സ്ഥലം പോലും ഉണ്ട്. എന്നിട്ട് അതൊന്നും മെറ്റലിട്ടിട്ടൊന്ന് ലെവലാക്കാൻ പോലും ഈ കമ്പനികളൊന്നും തയ്യാറാകണില്ല എന്നുള്ളതാണ് വളരെ കഷ്ടമാണ്. എത്ര മണിക്കൂറാണ്? ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കാസർഗോഡ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന സമയത്തിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അത്രക്കും മോശമാണ് റോഡ്. നമ്മുടെ വെങ്ങളം മുതൽ കുഞ്ഞിപ്പള്ളി ഉണ്ടല്ലോ, മാഹി തലശ്ശേരി ബൈപ്പാസ് ആരംഭിക്കണേ, അതുവരെ നോക്കുക വേണ്ട, ഒരു രക്ഷയില്ല. വളരെ മോശം. NH66 6 വരി വർക്കുകൾ കഴിഞ്ഞ് ആദ്യമായിട്ട് തുറന്നു കൊടുക്കുന്ന റീച്ചുകൾ ഒന്ന് ULCCയുടെ കാസർഗോഡ് റീച്ചും 2ഉം 3ഉം KNRCയുടെ മലപ്പുറത്തെ 2 റീച്ചുകളുമായിരിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം മറ്റുള്ളവരൊന്നും മാസങ്ങളെടുക്കും ഈ 2 റീച്ചുകളെ കൂടെ എത്താൻ. അപ്പോൾ പിന്നെ വർക്കുകളെ പറ്റി കൂടുതലൊന്നും പറയാനില്ലാത്തത് നിങ്ങൾക്ക് മുന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഒരേ പോലത്തെ കാഴ്ചകളാണ്. പിന്നെ ഇവിടെ പല സ്ഥലത്തും ടാറിങ്ങിൽ സെക്കൻഡ് കോട്ട് കഴിഞ്ഞ സ്ഥലമുണ്ട്, അതേപോലെ തന്നെ ഫൈനൽ കോട്ട് കഴിഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ നല്ല ചാട്ടാണ്. നമുക്കിപ്പോൾ രണ്ട് ലെയർ തമ്മിൽ ഒരു 4-5 ഇഞ്ചിൻ്റെ ഒക്കെ മാറ്റം പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വണ്ടികൾ പെട്ടെന്ന് വന്നിട്ട് ഒരൊറ്റ ചാട്ടം ചാടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, കാരണം ഒറ്റയടിക്ക് ടാറിങ് നടക്കൂലല്ലോ. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് എൻ്റെ അന്നത്തെ സൗണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. സുഹൃത്തുക്കളെ ക്ഷമിക്കുക. കാരണം ഈ വീഡിയോ നമ്മൾ പിന്നീട് മാറ്റി വെച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് പോവുമല്ലോ. റോഡ് പണി ഒക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തത് എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂർ മുമ്പിൻ്റെ ഉള്ളിലായിട്ടെങ്കിലും എന്തായാലും ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോകൾ എത്തിക്കലുണ്ട്.
പിന്നെ ഇവിടെ നമ്മുടെ സർവീസ് റോഡ് ഉണ്ടല്ലോ, സർവീസ് റോഡിൻ്റെ സൈഡിൽ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. ഇവിടെ സർവീസ് റോഡ് ഡ്രെയിനേജ് മലപ്പുറം ജില്ലയിലും ഒരു 1/2 മീറ്റർ കുറവാണ്. അപ്പോൾ ആ ബാക്കിയുള്ള സ്ഥലത്ത് കണ്ടില്ല ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടപ്പാത ഉണ്ടാക്കണ്. ഇതുപോലെ മലപ്പുറം ജില്ലയിൽ കിട്ടൂല കേട്ടോ. ഇവിടെ ഡ്രെയിനേജ് കുറച്ച് വീതി ആയതുകൊണ്ടാണ് അടിപൊളിയായിട്ട് മെറ്റലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇൻ്റർലോക്ക് ഇടാനുള്ള പരിപാടിയാണ്. കർബൊക്കെ ഉണ്ടാക്കിയത് കണ്ടോ. അപ്പോൾ ഇവിടെ എന്തോ മുകളിൽ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ എന്തോ ചില്ലറ പണികൾ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഇതിപ്പം വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയത് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ മംഗലാപുരത്തേക്ക് പോകുന്നൊരു വണ്ടിയിൽ പിടിച്ച് കയറിയതാണ്. ഇത് ഗുഡ്സ് വണ്ടിയാണ്. അപ്പം നമ്മൾ ഏകദേശം തലപ്പാടിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് കടന്നാൽ 6 വരിയും അതേപോലെ നമ്മൾ തലപ്പാടി ബോർഡർ കടന്ന് കർണാടകത്തിലേക്ക് കടന്നാൽ 4 വരിയുമാണ്. പക്ഷെ കർണാടകയിൽ 60 മീറ്ററോളം സ്ഥലം എടുത്തിട്ടാണ് അന്ന് റോഡ് വീതി കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും നീ 8 വരിയാക്കണമെങ്കിലും 10 വരിയാക്കണമെങ്കിലും ഒക്കെ അവർക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ 45 മീറ്റർ ഉള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് ഏകദേശം കാസർഗോഡ് ടൗണ് വരെ എത്തിയ സമയവും അതിന് ചിലവായ ഇന്ധനം നോക്കുകയാണെങ്കിൽ നമ്മൾ NH66 തുറന്നിട്ട് കൊടുക്കുന്ന ടോളിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി വരും കേട്ടോ. ഞങ്ങൾക്ക് അപ്പുറത്ത് കടന്നിട്ട് കർണാടക RTOൻ്റെ പെർമിഷൻ എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഞങ്ങൾക്ക് മംഗലാപുരം ടൗണിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കർണാടക RTOയിലല്ലേ, കർണാടക RTOയിലേക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കർണാടകയ്ക്ക് കയറാനുള്ള RTO പെർമിഷന് 500 രൂപ ഫൈന് കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ RC ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് RC തരാത്തത് കൊണ്ട്. ഭയങ്കര ഡിലേ ആണ് RCക്ക്. എത്ര ആയി അപേക്ഷ കൊടുത്തിട്ട്? 3 മാസമായി RCക്ക് അപേക്ഷ കൊടുത്ത വണ്ടി വാങ്ങിയിട്ട് RC ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കാരണം കൊണ്ട് എന്ത് ചെയ്യണോ, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് എന്തെങ്കിലും ഒരു ലോഡിന് വരുന്ന ഒരു സാധാരണ വണ്ടിക്കാരൻ കൊടുക്കേണ്ട ഫൈന് 500 രൂപ. അതൊരാഴ്ചക്ക്. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ RC കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 500 കൊടുക്കണം. മനസ്സിലായോ? ഇതാണ് അവസ്ഥ. നമ്മളെ ഉള്ളൂ പറയണത്. കേരള സർക്കാർ പറഞ്ഞ ഓൺലൈനിൽ എടുക്കുന്നത് വാലിഡ് ആണ് എന്നാണ്. പക്ഷെ തമിഴ്നാട് സർക്കാരോ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റിലോ കർണാടകന്റെ RTO ചെക്ക് പോസ്റ്റിലോ അതെന്താ കിട്ടണില്ല, ഓരോ അംഗീകരിക്കണില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് 500 രൂപ ഫൈന് കൊടുത്ത്. എന്തിന്? കേരള സർക്കാർ എടുത്ത വണ്ടിക്ക് RC തരാത്തതുകൊണ്ട്. നമുക്ക് എന്തായാലും പോണ്ടേ, വണ്ടി എടുത്തത് എന്തിനാ? ഓടാനല്ലേ. എന്താ ഇതിന്റെ കാരണം എന്താ പറഞ്ഞേ? പേപ്പർ ഇല്ലാന്നോ? എന്ത് പേപ്പർ? ആ കട്ടിയുള്ള പേപ്പറോ? ലൈസൻസിന് മാത്രം ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ RC കൂടി കൊടുത്തിട്ടാണെങ്കിൽ ഇതാവും. ഇത് പ്രസ്സല്ല, ഇനി ബ്രേക്ക് എടുത്ത് വരുമ്പോൾ അതിന്റെ അന്ന് പ്രസ്സാണ്.
അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് എത്ര ബോഡി ലോഡും കയറ്റാം അല്ലേ? കേരളത്തിലുള്ളതാവുമ്പോ ഫൈൻ ഉണ്ടാവും കേരളത്തില്. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വണ്ടിക്ക് എത്ര ലോഡും കയറ്റാം, അതിനാരും ചോദിക്കാനും പറയാനില്ല. എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, എത്ര ലോഡും കയറ്റാം. നമ്പർ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഡെക്കറേഷൻ ചെയ്താൽ പ്രശ്നമില്ല, ലേറ്റ് കൂടുതലുണ്ടായ പ്രശ്നമില്ല. അവർക്കൊക്കെ കേരളത്തിലേക്ക് വരാം. പക്ഷെ കേരളത്തിലുള്ള വണ്ടി ഈ സംഗതി ഒന്നും തെറ്റിച്ച് കേരളത്തിൽ ഓടാൻ പാടില്ല. ആഹാ, കേരളത്തിലെ വണ്ടി പുറത്തു പോയാലോ അവിടെ ഫൈന്. അതെ, പുറത്തുനിന്ന് വരുന്നാലും നമ്മളല്ല സ്വീകരിക്കുന്നുണ്ട്. നമ്മള് പുറത്തേക്ക് പോയാലോ അവിടെ കിട്ടും പണി. അവിടുന്ന് കിട്ടും. ഇതൊക്കെ ഇപ്പൊ എന്താ വെച്ചാല് ഇതിപ്പോ ഈ ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല അറിയുള്ളൂ. പ്രൈവറ്റ് കാറിൽ പോണവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. നമ്മളെ ബിൽക്കോ ടാക്സി കാറുകൾക്കൊക്കെ അവസ്ഥ അല്ലേ? അപ്പൊ ഇതിന് ഇടപെടാൻ ഇതിന്റെ തൊഴിലാളി പിന്നെ ഡ്രൈവർമാരെ യൂണിയനോ അല്ലെങ്കിൽ തിരൂരങ്ങാടിയിലാണ് വലിയ പ്രശ്നം. അപ്പോൾ സംഭവങ്ങൾക്ക് കേട്ടപ്പം കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് ചിക്കുണ്ടല്ലോ, നമ്മുടെ സപ്പോട്ട മംഗലാപുരത്തേക്ക് ബസ് മാർഗം വരും. ബസ് മാർഗം വന്നിട്ട് ഇവിടുന്ന് പോയിട്ട് ഇത് നമ്മുടെ ക്രഷ് ഫ്രൂട്ട്സിൽ നിന്ന് ക്രഷ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്ക് ഈ സപ്പോട്ട എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തിൻ്റെ ദോസ്തിൽ അശോക് ലേലൻ്റെ ദോസ്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ വണ്ടി സുഹൃത്ത് എടുത്തിട്ട് 3 മാസമായിട്ടുണ്ട്. ഈ 3 മാസമായിട്ട് തിരൂരങ്ങാടി RT ഓഫീസിൽ നിന്ന് RC ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കണ്ടത്. ഇത് 1 തവണ 2 തവണയല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലുള്ള വണ്ടികൾ എടുക്കുന്നത് ഇതേമാതിരി അല്പം കുറച്ചൊക്കെ അതർ സ്റ്റേറ്റിലേക്കുള്ള ലോങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഈ RC ലഭിക്കാത്തത് കൊണ്ട് സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഇവരെ പോലുള്ള ഡ്രൈവർമാർ നേരിടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും NH66 6 വരി തുറന്നു കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാതിർത്തിയായ ഇടിമുക്കൽ മുതൽ റോഡ് തുറന്നു കൊടുത്ത വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തത്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പം കാണാത്തവർ കാണുക. എന്തുകൊണ്ടാണ് RCക്ക് ഇത്ര താമസം നേരിടുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി RC ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമായ പേപ്പർ തിരൂരങ്ങാടി RT ഓഫീസിൽ ഇല്ല എന്നതാണ്. ഒരു RC അടിക്കാൻ വരുന്ന പേപ്പറിന് ഏറിപ്പോയാൽ 5 രൂപ 10 രൂപ വരുള്ളൂ. പക്ഷേ അത് എത്തിക്കാൻ സംവിധാനങ്ങൾ കാണിക്കുന്ന അനാസ്ഥ ഒരു സാധാരണ ഇതുപോലുള്ള ഒരാളെ എത്രത്തോളം ബാധിക്കുന്നു എന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഞാൻ റോഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിൽ കയറിയതാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലുള്ളൊരു അനാസ്ഥ കാണുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. അത് തോന്നണമല്ലോ, അപ്പോഴല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാരവാഹനങ്ങൾ കണ്ട് അതിൻ്റെ പലതിനും പിന്നിൽ നമ്പർ മറിച്ച രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ നമ്പർ കൊടുക്കുന്നത് എന്തിനാണ്? അത് ആക്സിഡൻ്റായി നിർത്താതെ പോയാലൊക്കെ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്യാനാണ്. അത് കേരളത്തിലെ വാഹനങ്ങൾക്ക് മാത്രമല്ലല്ലോ ബാധകം. കേരളത്തിലെ വാഹനങ്ങൾ മാത്രമല്ലല്ലോ അപകടത്തിൽ പെടാനുള്ള സാധ്യത. മറ്റു സംസ്ഥാനത്തെ വാഹനങ്ങളും അപകടത്തിൽ പെടാനുള്ള സാധ്യതയില്ലേ? അതും ഇന്ത്യയിൽപ്പെട്ട സ്റ്റേറ്റുകളല്ലേ? ഇതിലൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്നാണ് മനസ്സിലാകാത്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയ കാഴ്ചകളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.